മനുഷ്യരുടെ ഭക്തിയെ വിറ്റ് കാശാക്കുന്നവരാണ് സമൂഹത്തിൽ ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ കള്ളസ്വാമിമാരും പാതിരിമാരും മുസ്ലിം പണ്ഡിതരും ഒറ്റക്കെട്ടാണ്. മനുഷ്യർ സമാധാനത്തിനു വേണ്ടിയാണ് ഭക്തിമാർഗത്തിലേക്ക് എത്തുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യരെ നന്മയിലേക്കുള്ള വഴിയാണ്. എന്നാൽ മനുഷ്യരുടെ ഉള്ളിലെ ഈ ഭക്തിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് ഭക്തിയെ കച്ചവടമാക്കിയവർ. മുസ്ലിംകാർ സംസം വെള്ളത്തെ പുണ്യജലമായി കണക്കാക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ സംസം വെള്ളത്തിന്റെ വ്യാജന്മാരെ ഇറക്കി മുസ്ലിം വിശ്വാസികളെ പറ്റിക്കുകയാണ് കുറച്ചുപേർ. ഷാർജയിലാണ് സംസം വെള്ളം എന്ന പേരിൽ വീട്ടിലെ ടാങ്കിലെ വ്യാജവെള്ളം കുപ്പികളിലാക്കി വിശ്വാസികളെ പറ്റിച്ചത്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തത്. ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ സംസം വെള്ളം വിൽക്കാനുണ്ടെന്ന് വൻ പ്രചരണം നൽകി കോടികളാണ് ഇയാൾ വിശ്വാസികളിൽ നിന്നും തട്ടിയെടുത്തത്. മക്കയിൽ നിന്നുമുള്ള പുണ്യതീർത്ഥമായ സംസം വെള്ളത്തിന്റെ വിൽപ്പന നടത്തിയത് കുടിക്കാൻ പോലും യോഗ്യമല്ലാത്ത വീട്ടിലെ ടാങ്കിലെ വെള്ളമായിരുന്നു. ഇത് കുപ്പികളിൽ നിറച്ചത് അതിനേക്കാളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു. വിറ്റതാകട്ടെ വലിയ വിലയ്ക്കും. ഷാർജയിലെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് ഇത് വിറ്റിരുന്നത്. ഷാർജ മുനിസിപ്പാലിറ്റിയുടെയും ഹെൽത്ത് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വീട്ടിൽ നിന്നും കുപ്പികളിലാക്കി വെള്ളം വാഹനത്തിൽ കയറ്റിവിടുന്നതിനിടയിലായിരുന്നു പരിശോധന. ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു ഇയാളുടെ ഈ പ്ലാന്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരു കമ്പനിയുടെ പേരിലാണ് ഈ ബോട്ടിൽ പ്ലാൻ പ്രവർത്തിച്ചിരുന്നത്. പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് വീട് സീൽ ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഉബൈദ് അൽ തൈനൈജി വ്യക്തമാക്കി.